Rida Rashid from Saudi Arabia. രാഹുൽ ഗാന്ധി അല്ലേ? I was born and brought up in Saudi Arabia. Exciting ആണ്, more videos ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എന്റെ സ്വന്തം ചോരയിൽ ജനിച്ച എന്റെ ഉമ്മക്കുണ്ടായേ എന്റെ ഋതുമോളെയാണ്. ഇതാണ് എന്റെ അനീതി. ഇവളാണ് ഞാൻ പറഞ്ഞ താരം. ഞാൻ കാണിച്ചുതരാം. ബാബാ എന്റെ കൂടെ. ഇതാണ് എന്റെ അനീതി. ഞാൻ എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ അവള് കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. പേര് പറയൂ. Rida. മര്യാദക്ക് പറഞ്ഞു. നിനക്ക് പെണ്ണാണ് വന്നത്. Rida Rashid from Saudi Arabia. Actually, I was born and brought up in Saudi Arabia, Riyadh. യോ ബാക്കി പറ. എന്നിട്ട് കഴിഞ്ഞു ഇന്നത്തെ കഥ കഴിഞ്ഞു. പിന്നെ വേറെ കാര്യം, എന്താ നീ വർക്ക് ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്നതോ? ഞാൻ ഇവിടെ ബിസിനസ് പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താ നിന്റെ പെണ്ണാണോ? സംസാരിക്കണേ. എന്തിന്റെ പ്രശ്നം? എന്റെ പോയാടോ ചെക്കനെ കാണാൻ വരും. എന്റെ പെണ്ണ് ആലോചിക്കുന്നുണ്ട്. പേര് എന്തെന്നത് പറയാ. ഹനാൻ ഷേക്ക് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ വ്ളോഗ് എന്താ വളരാത്ത? നിങ്ങനത്തെ കുറെ എണ്ണം എന്റെ കുടുംബത്തിലുണ്ട്. പിന്നെ എനിക്കൊരു അനിയനും കൂടി ഉണ്ട്. റബ്ബെ അത് കാണിച്ചു തരാം. അതൊരു വെറൈറ്റി ടൈപ്പ്. എന്താ കല്യാണം കഴിക്കുമ്പോൾ പോടെയാണെന്ന് എന്റെ പെണ്ണുങ്ങളാന്ന് തോന്നുന്നു. ഇപ്പൊ ഇതെന്താന്ന് വെച്ചാൽ എന്റെ പേര് ഫിദ, എവിടെ പേര് ഫിദ. റൈമിംഗ് വേർഡ്സ് ആണെങ്കിലും സ്വഭാവത്തിൽ ഒരു ഇതില്ല എല്ലാം വളരെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇത് നമ്മൾ ക്ലബ് സുലൈമാനിലായിരുന്നു. നിങ്ങൾക്കറിയാലോ ക്ലബ് സുലൈമാനി എന്ന് പറഞ്ഞാൽ സുലൈമാനിയാണ് കൂടുതലും. അതൊക്കെ വർത്തനം പറയുന്നത് എനിക്ക്. ബാക്കി പറയാം. നീ പറയാനുണ്ട് പ്രേക്ഷകരോട്? എന്റെ പ്രേക്ഷകരോടൊന്നും പറയാനില്ല. ഇതിന്റെ എന്ത് തൊള്ളിന്റെ ഉള്ളിൽ വരുന്നേ? പ്രേക്ഷകരോട് നീ പറ. പ്രേക്ഷകർക്ക് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാ. അപ്പൊ ഇത്താത്തന്റെ പറ്റി എന്തെങ്കിലും പറ. ഇത്താത്ത എങ്ങനെയാണ്? നല്ല വീട്ടിലൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞെടുക്ക്. പറഞ്ഞു കൊടുക്ക്. വീട്ടില് കേറാറില്ല, അവിടെ എനിക്ക് അറിയില്ല എങ്ങനെയാണ്. വീട്ടില് ഇങ്ങനെ സത്യങ്ങൾ പറയണത് നല്ല വേറെ ഉണ്ടാക്കി പറ. അല്ല എന്താ അവസ്ഥ ഇപ്പൊ? എന്റെ വ്ളോഗൊക്കെ കാണാൻ നിങ്ങൾക്ക് എങ്ങനെയാ എന്തായാലും തോന്നുന്നത്? എക്സൈറ്റിംഗ് ആണ്, മോർ വീഡിയോസ് എക്സൈറ്റഡ് ആണ്. എന്റെ വ്ളോഗിൽ കുറെ ആൾക്കാരോട് ഞാൻ എക്സൈറ്റഡ് ആണോ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവളാണ് ആദ്യം എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞു. മോളെ എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞു. എന്തിനാ എക്സൈറ്റഡ് എന്ന് വെച്ചാല് എന്റെ ഇത്താത്ത പുതിയൊരു വ്ളോഗൊക്കെ തുടങ്ങിന്. സോറി ഇവള് ലെസ്ബിയനാ. അപ്പോ ഗൈസ് ഇപ്പൊ എന്റെ അനിയൻ എന്റെ വീട്ടുകാരൊക്കെ ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ പോകാത്തോണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. സമയമല്ല, അതുകൊണ്ടാണ്. പിന്നെ വീട്ടിൽ കയറ്റാത്തൊന്നുമല്ല. പിന്നെ ഇതെന്റെ അനിയത്തിയാണ്. ഇവിടെ പേജുണ്ടല്ലോ. എനിക്ക് തന്നെ ഇടക്ക് മറന്നു പോകുന്നുണ്ട്. ഇവിടെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഏത് പേജ്? ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പേജ് വേണ്ട. പിന്നെ HR ആയിട്ട് HR ആണോ? ഇടയ്ക്ക് HR ആണ്. എന്റെ കൂടെ ഉള്ളത് ഡാനിഷ് അവർകളാണ്. നോമ്പൊക്കെ കഴിഞ്ഞാൽ ഓക്കെ. എന്നിട്ട് നിൽക്കുന്നുണ്ട. ഡാനിഷ് അവർകളുടെ മോനാണ്. ഈസ് ഫേമസ് ആയിട്ട്. എന്താ ഒരു സങ്കടം? ചെക്കന് എന്റെ യൂട്യൂബ് ചാനൽ വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ എനിക്ക് കാര്യം പറയാൻ വെച്ചാൽ ചെക്കൻ ഭയങ്കര ഹനാൻഷ ഫാനാണ്. ഹനാൻഷനെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറെ ദിവസം ഇങ്ങനെ ഇരിക്കുന്നത്. ഹനാൻഷന്റെ ഒരു പാട്ട് ഹനാൻഷയ്ക്ക് വേണ്ടി മാത്രം ഫയൽ വരെ ഇവർ ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മളെ വണ്ടിയിൽ. പിന്നെ അടുത്തതായിട്ടുള്ള നമ്മുടെ ലോകത്തിലെ എല്ലാ പാർട്ടിക്കാരെയും ഒന്നിച്ചു കൂടി കാണുന്നത് സയ്യിദ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചാനലിൽ പ്രശ്നം വെച്ചാൽ പകുതിയുണ്ടോ? കാരണം പകുതി ഒന്ന് തിന്നേനൊക്കെ കൊട്ടമാറും കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ക്ലബ് സുലൈമാനില്ലേ? ക്ലബ് സുലൈമാനില്ല 699 ഉറുപ്പ്യക്ക് മ്ലാക്ക് തിന്നുന്ന മ്ലാക്ക് എന്താ ഇതെന്താ കയ്യിൽ നിന്ന് കൂപ്പുണ്ട? രാഹുൽ ഗാന്ധി അല്ലേ വരുന്നത്? മ്ലാക്ക് തിന്ന് ക്ലബ് സുലൈമാനി ഇങ്ങനെ പിടിക്കും. ക്ലബ് സുലൈമാനി കറോട് എനിക്ക് എന്താ പറയുക? ഇതേപോലത്തെ ഒരു 10 എണ്ണം നിങ്ങളെ കട കൂട്ടിപ്പോ. എന്താ ചെയ്യ ഷാഫിക്ക? നിങ്ങൾ ഇനൊന്നും വിളിക്കല്ലേ ഇനി? വ്ളോഗ് എടുക്കാൻ മറന്നു ഇനെ എന്തായാലും. പിന്നെ വേറെ കാര്യം എനിക്ക് പറയാന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിലൊക്കെ ഈ സിസ്റ്റേഴ്സ് ആയിട്ട് അടിയോടുമ്പോ എങ്ങനെയാ? നമ്മൾ എന്തെങ്കിലും പറയും കളിയാക്കൂലേ? ഇവൾക്ക് ചുണ്ടില്ല ഗൈസ്. ചുണ്ടില്ല പാവോ. ചുണ്ട് ഫിറ്റ് ചെയ്യാൻ മറന്നു പോയതാന്ന് തോന്നുന്നു. പഠിച്ചോനി. ബൈ. നമ്മളിപ്പോ ക്ലബ് സുലൈമാനിന്റെ 699 റുപ്പീസിന്റെ ഇതിന് വന്നതാണ്. ഞാനൊരു കാര്യം പറ്റി ഇവിടെ വന്നേല് കഴിച്ചത് സയ്യിദാ. മ്ലാക്കടിയായിരുന്നു. ഓക്കെ. ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച്, കാരണം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് ഞാനത് മറന്നുപോയി. ഞാൻ ഈ 2 ആൾക്കാരെ ഹൈർ ചെയ്യേണ്ട അവസ്ഥ. ഇതാണ് ഇത് മഷ്റൂമിൻ്റെ എന്തോ ഒരു സാധനം എനിക്ക് മറന്നു കിട്ടും. പിന്നെ കുറേ ഫ്രിറ്റാറ്റോ അല്ലേ? ഫ്രിറ്റാറ്റോ F ആണോ? ഫ്രിറ്റാറ്റോ. പിന്നെ ഇവിടെ കുറേ സാലഡ്സ് ഉണ്ട്. നല്ല ഫുഡ് കേട്ടോ. 699 വേർത്താണ്. ഞാൻ എന്തായാലും വരാൻ പറയും. കാരണം നമ്മൾ കാണാത്ത കുറേ കൊശരി റൈസൊക്കെ കണ്ട ജമൈക്ക ചിക്കൻ. ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കാണാനൊന്നും പറ്റില്ല. പിന്നെ ഇത്
ഇതൊക്കെ പല പല പിന്നെ എടുത്ത് പറയേണ്ട ഇവരുടെ ഡെസേർട്ട് സെക്ഷനാണ്. പിന്നെ ഫിഷിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റായി പോയി. എന്താ എടുത്ത് പറയേണ്ട ഇവരുടെ ഡെസേർട്ട് സെക്ഷൻ ഇതൊക്കെ എന്മാതിരി ടേസ്റ്റാണ് അറിയാം. ഇത് ഈ സാധനമൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും കോഴിക്കോടുണ്ടെങ്കിൽ ക്ലബ് സുലൈമാനിയിൽ വന്നിട്ട് എന്തായാലും ഒന്ന് എന്താ പറയുക ഇവിടുത്തെ ഇഫ്താറൊക്കെ ഒന്ന് കൂടാൻ നോക്കുക. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി ആരൊക്കെ ഞാൻ ഊക്കണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷൻ പറയാം. നമ്മൾ കൂടുതൽ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട് ഊക്കാൻ. നിങ്ങൾക്ക് ആരൊക്കെ ഊക്കേണ്ടതെന്ന് പറയാം. ഇന്നെൻ്റെ അനീത്തിയാണ് ഇയറിൽ. പിന്നെ ഞാനൊരു കാര്യം പറയാം, അനീത്തി കല്യാണം കഴിഞ്ഞിട്ടൊന്ന് ചോദിക്കാൻ നിൽക്കണ്ട. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിപ്പിക്കുള്ളൂ. കുറേ എണ്ണം ഇപ്പോൾ ഇറങ്ങും അനീതി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത നോമ്പുറേൻ്റെ സീരീസുമായിട്ട് നമുക്ക് വരാം. ബൈ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പിടിക്കുക. ബൈ ഗൈസ്, ദിസ് ഇസ് ഫീദർ സ്റ്റോറീസ് സൈനിങ് ഓഫ് ഫ്രം